നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സോളിഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സോളിഡിന് എന്ത് പറ്റും, സോളിഡ് എങ്ങനെയൊക്കെ പ്രതികരിക്കും, അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ടേം ഇലാസ്റ്റിസിറ്റിയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള എന്തോ ആയിട്ട് ബന്ധമുണ്ടല്ലോ പേരിന്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് ഒരു സോളിഡിന്റെ മുകളിൽ കൊടുക്കുക, അത് നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് എന്നാ പറയുക. അതായത് പുറത്തെ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഡീഫോമിങ്, അതിന്റെ ഷേപ്പിന് ഒരു മാറ്റം വരുമല്ലോ ഒരു സോളിഡ്. അപ്പോൾ ഒരു ഫോഴ്സ് വന്നാൽ അതിന്റെ ഷേപ്പിന് മാറ്റം വരും, ചിലത് പൊട്ടിപ്പോവും, ചിലത് ആ ഫോഴ്സിനെ കുറച്ചു നേരം വിത്ത്സ്റ്റാൻഡ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരം ഫോഴ്സ് പുറമേ നിന്ന് കൊടുക്കുന്ന ഫോഴ്സിനാണ് നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഡീഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയുടെ ഷേപ്പ് മാറുകയും എന്നാൽ ഡീഫോമിങ് ഫോഴ്സ് എടുത്ത് മാറ്റിയ ശേഷം വീണ്ടും പഴയ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആ ബോഡിയുടെ ആ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ റബ്ബർ എന്നുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും, റബ്ബർ ബാൻഡ് അല്ലേ. നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, വലിക്കുന്നു, ഒരു പരിധി വരെ നമ്മൾ വലിച്ച് നമ്മൾ ആ ഫുട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് ആ റബ്ബർ ബാൻഡ് എന്താവും, പഴയ സൈസിലേക്കും ഷേപ്പിലേക്കും തന്നെ തിരിച്ചു പോകും. അപ്പൊ റബ്ബർ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു വസ്തുവാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ റബ്ബറിനേക്കാളും ഇലാസ്റ്റിസിറ്റി കൂടിയ വസ്തുവാണ് സ്റ്റീല്. അതൊന്ന് ഓർത്തു വെച്ചോളൂ. സ്റ്റീൽ എന്ന് പറയുന്നത് വളരെയധികം ഇലാസ്റ്റിസിറ്റി കൂടിയ ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്ലാസ്റ്റിസിറ്റി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ മുകളിൽ നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്താൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അതെന്ത് ചെയ്യില്ല, പെർമനന്റ് ആയിട്ട് അത് മറ്റൊരു ഷേപ്പിലേക്ക് മാറും അണ്ടർ ദി ആക്ഷൻ ഓഫ് ഡീഫോമിങ് ഫോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുക. മഡ്, ക്ലേ ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇനി അതിന്റെ ടെക്നിക്കൽ ടേംസിലേക്ക് നമ്മൾ പോവാണ്. സ്ട്രെസ്. എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇപ്പോൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും, റബ്ബർ ആണെന്ന് വെച്ചോളൂ, അതാണ് നമുക്ക് ആലോചിക്കാൻ എളുപ്പം. അപ്പോൾ റബ്ബറിന്റെ മുകളിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ റബ്ബറിന് ഷേപ്പ് ഒന്ന് മാറും. ഷേപ്പ് മാറുമ്പോൾ ഈ സ്പ്രിങ്ങിനെ കൊണ്ട് പറഞ്ഞാൽ മതിയാ, ഈ റബ്ബർ തിരിച്ച് നമ്മളാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ മുകളിൽ ഒരു ഫോഴ്സ് ആ റബ്ബർ അപ്ലൈ ചെയ്യും. അതിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുക. സ്പ്രിങ്ങിനെ നമ്മൾ വിളിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ എത്രമാത്രം ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുന്നോ അത്രമാത്രം റീസ്റ്റോറിംഗ് ഫോഴ്സ് തിരിച്ച് വസ്തു നമ്മുടെ മുകളിൽ അപ്ലൈ ചെയ്യും. അപ്പൊ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രെസ് എന്ന് വിളിക്കുക. കണ്ടോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈഡ്. പക്ഷെ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. ഇനി എന്താണ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ F/A. എന്തായിരിക്കും യൂണിറ്റ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്തായിരിക്കും ഡയമെൻഷൻ, ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ, MA അല്ലേ. അപ്പൊ mL(T⁻²) ബൈ ഏരിയ. ഏരിയയുടെ ഡയമെൻഷൻ എന്താ, L². അപ്പോൾ mL⁻⁻1 T⁻² എന്ന് കിട്ടും. അടുത്തത് ടെൻസൈൽ സ്ട്രെസ്. എന്താണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് എന്തായാലും സ്ട്രെസ് ആണല്ലോ, അപ്പൊ അതിൽ എന്തുണ്ടാവും, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഉണ്ടാവും അല്ലെ. ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് നോർമലി ആണെന്ന് വിചാരിക്കും. ആ വസ്തുവിന്റെ ക്രോസ് സെക്ഷന് നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ വസ്തുവിനുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കുക. നമുക്ക് ഒരു ഉദാഹരണം കാണിച്ചതേ. ഈ ചിത്രം കണ്ടോ, ഇവിടെ നമ്മളൊരു ഭാരം തൂക്കിയിടുക. ഇത് റബ്ബറായിട്ട് സങ്കല്പിച്ചോളൂ. സ്റ്റീൽ ആയാലും കേട്ടോ, സ്റ്റീലായാൽ നല്ല ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ ഇതൊരു സ്റ്റീലാണോ അല്ലെങ്കിൽ റബ്ബറാണെന്ന് സങ്കല്പിച്ചോളൂ. അവിടെ നമ്മൾ mg നേരെ താഴെയാണ് അല്ലെ. അപ്പൊ ഫോഴ്സ് ഇസ് ആക്ടിങ് നോർമലി ടു ദ ബോഡി. അപ്പൊ ഈ ബോഡിയുടെ നീളം കൂടും അല്ലെ. അപ്പോ ഈ ഫോഴ്സ് നേരെ നോർമലി ആക്ട് ചെയ്യുമ്പോൾ ഈ ബോഡിയിൽ എന്തുണ്ടാവും, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കുക. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കംപ്രസീവ് സ്ട്രെസ്. എന്താണ്, നമ്മൾ റോഡിനെ കംപ്രസ് ചെയ്യുക, റബ്ബറിനെ നമ്മൾ കംപ്രസ് ചെയ്യുക ഒരു ഫോഴ്സ് വെച്ചിട്ട്, സ്റ്റീലിനെ നമ്മൾ കംപ്രസ് ചെയ്യുക ഒരു ഫോഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന സ്ട്രെസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് എന്ത് ചെയ്യുക, കംപ്രസീവ് സ്ട്രെസ് എന്ന് വിളിക്കുക. അപ്പൊ ടെൻസൈൽ എന്ന് പറഞ്ഞാൽ നീളം കൂടും, കംപ്രസീവ് എന്ന് പറഞ്ഞാൽ നീളം കുറയും. അതാണ് നമ്മുടെ കോമൺ സെൻസിൽ വരേണ്ട ചിത്രം. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നാ വിളിക്കുക. അതായത് അതിന്റെ ലെങ്ത്തിൽ മാറ്റം വരും. കണ്ടോ, അതാണ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ്.
നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് വസ്തുവിന്റെ ലെങ്ത് കൂടുകയോ ലെങ്ത് കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം സ്ട്രെസ്സിനെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ആ ബോഡിയിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കുക. അടുത്തത് ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ നോർമൽ ഫോഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ടാൻജൻഷ്യൽ ആയിട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഉണ്ടാവുക. അത്തരം ഫോഴ്സിനെയാണ് അത്തരം സ്ട്രെസ്സിനെയാണ് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് വിളിക്കുക. ഓർ ഷിയറിംഗ് സ്ട്രെസ്, ആ പേര് ഓർത്ത് വെക്കണം. ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷിയറിംഗ് സ്ട്രെസ്. ചിത്രം കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു പുള്ള് കൊടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ചെറിയ പുള്ള് മുകൾ ഭാഗത്താണ് കൊടുക്കുന്നത് കേട്ടോ, പെർപെൻഡിക്കുലർ ആയിട്ടല്ല, മുകൾ ഭാഗത്ത് മാത്രം നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മുകൾ ഭാഗം മാത്രം, കാർഡ്ബോർഡ് ബോക്സ് കാലിയാണെന്ന് വിചാരിക്കും, കാർഡ്ബോർഡ് ബോക്സിന്റെ മുകൾ ഭാഗം മാത്രം എന്ത് ചെയ്യും? ഒരു ഭാഗത്തേക്ക് നീങ്ങും അല്ലെ? ഈ കാണിച്ചിട്ടുള്ളത് പോലെ ഒരു ഡിഫോർമേഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് വിളിക്കുക. അടുത്തത് ഹൈഡ്രോളിക് സ്ട്രെസ് ആണ്. നിങ്ങൾ ഹൈഡ്രോളിക് പ്രഷർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട വാക്കാണ് ഈ ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രത്യേകം ഓർക്കണം, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് എന്തും ഫ്ലൂയിഡാണ്. വെള്ളം ഫ്ലൂയിഡാണ്, ഗ്യാസും ഫ്ലൂയിഡാണ്. നമ്മൾ കോമൺ ആയിട്ട് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട്, ഇതിപ്പോ സോളിഡ്സിന്റെ ഭാഗമാണ് ഈ ചാപ്റ്ററിലെ. അടുത്തത് നമ്മൾ ഫ്ലൂയിഡ്സിനെ പറ്റിയാ പഠിക്കുക. അവിടെ നമ്മൾ കോമൺ പ്രോപ്പർട്ടീസാ പഠിക്കുക. ആരുടെ? ലിക്വിഡ്സിന്റെയും ഗ്യാസസിനെയും. രണ്ടുപേരും ഒഴുകുന്ന ആൾക്കാരാണ്. രണ്ടുപേരെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. ഈ ഹൈഡ്രോളിക് സ്ട്രെസ് എന്താണ്? നമ്മളൊരു ഫ്ലൂയിഡ് ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ സർഫസിലേക്ക് മുഴുവനും ഈ ഫ്ലൂയിഡിൽ നിന്നുള്ള ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ? അത് ഗ്യാസ് ആയാലും ശരി, ലിക്വിഡ് ആയാലും ശരി. അപ്പോ കണ്ടോ, ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഫ്ലൂയിഡ് ആക്ട്സ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ദി സർഫസ്. ഏത് പാത്രത്തിലാണോ എടുത്തിട്ടുള്ളത് അതില് ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ്, അതിനെയാണ് നമ്മൾ, ആ ഫോഴ്സിനെയാണ് നമ്മൾ, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് വിളിക്കുക. അതിന് നമ്മൾ ഇതുവരെ പഠിച്ച വാക്ക് ഹൈഡ്രോളിക് പ്രഷർ എന്നായിരുന്നു. ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇൻ ദ കേസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതിന് നമ്മൾ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നോ ഹൈഡ്രോളിക് പ്രഷർ എന്നോ വിളിക്കും. ഹൈഡ്രോളിക് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഹൈഡ്രോളിക് പ്രഷർ. അടുത്തത് സ്ട്രെയിൻ ആണ്. ഈ സ്ട്രെസ് കൊടുക്കുന്നത് പുറമേ നിന്നാണ്. പുറമേ നിന്ന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ബോഡിയിൽ ഒരു റീസ്റ്റോറിംഗ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതിന്റെ പെർ യൂണിറ്റ് ഏരിയ നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുക. ഇനി ഈ സ്ട്രെസ് കൊണ്ട് ബോഡിക്ക് ഒരു മാറ്റം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിൻ എന്ന് വിളിക്കുക. അതായത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. നീളമാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്, വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ടു ഒറിജിനൽ വോളിയം. നമ്മൾ കാണും വ്യത്യസ്ത കണ്ടീഷൻ. അപ്പോൾ ഒറിജിനൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിൻ എന്ന് വിളിക്കുക. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഒന്നാമത്തെ സ്ട്രെയിൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെ പറ്റിയാണ്. ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം, ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണെന്ന് വിചാരിക്കൂ, ഒറിജിനൽ ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്താവും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ. കണ്ടോ, നമ്മൾ നേരത്തെ അതേ ചിത്രം, ഒരു സ്റ്റീൽ റോഡ്, അതിലേക്ക് ഒരു ഫോഴ്സ് mg കെട്ടി തൂക്കി വെച്ചാൽ, റബ്ബറോ നിങ്ങൾക്ക് മനസ്സിൽ എളുപ്പത്തിൽ റബ്ബറാണ് കാണാൻ പറ്റുന്നെങ്കിൽ റബ്ബർ വിചാരിച്ചോളൂ. എന്ത് ചെയ്യും? ആ mg നേരെ പെർപെൻഡിക്കുലർ താഴത്തേക്ക് ആക്ട് ചെയ്യും. അപ്പോ അത് നീളം കൂടും അല്ലെ? ഈ ലോങ്ങേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ വാക്ക് സാധനം ഇവിടെ കൂടും. കണ്ടോ, അപ്പൊ ഡെൽറ്റ എൽ ആണ് കൂടുന്നത് എന്ന് വിചാരിക്കും. ഒറിജിനൽ ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കും, ഡെൽറ്റ എൽ കൂടുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. അടുത്തത് ഷിയറിംഗ് സ്ട്രെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ടെൻസൈൽ സ്ട്രെസ് കഴിഞ്ഞു, പിന്നെ കോൺട്രാക്ഷൻ, കംപ്രസീവ് സ്ട്രെസ് കഴിഞ്ഞു, ടെൻസൈൽ സ്ട്രെസ് കഴിഞ്ഞു, കംപ്രസീവ് സ്ട്രെസ് കഴിഞ്ഞ് നമ്മൾ ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ഈ ടാൻജൻഷ്യൽ സ്ട്രെസ് കൊണ്ട് ഈ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷിയറിംഗ് സ്ട്രെയിൻ. ടാൻജൻഷ്യൽ സ്ട്രെസ് ഓർ ഷിയറിംഗ് സ്ട്രെസ് ആണല്ലോ. അപ്പൊ ഷിയറിംഗ് സ്ട്രെയിൻ നോക്കിയാൽ എന്താണ് ഈ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലി കാർഡ്ബോർഡ് ബോക്സ്, അതിന്റെ മുകൾ ഭാഗത്ത് മാത്രം നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, ടാൻജൻഷ്യലി ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മുകൾ ഭാഗം മാത്രം നീങ്ങും, താഴെയുള്ള ഭാഗത്തിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? മുകൾ ഭാഗം നീങ്ങുന്ന ആ പോയിന്റിലേക്ക്, ആദ്യം ഉണ്ടായിരുന്ന പോയിന്റിലേക്ക് തന്നെ ഒരു ലൈൻ വരച്ചാൽ എത്ര നീങ്ങി? തീറ്റ ആംഗിൾ ആണ് നീങ്ങിയത്. ഇങ്ങനെയാണ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ ഈ തീറ്റയാണ് എന്ത്? ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇതാ, ഈ ചിത്രം നോക്കൂ, തീറ്റ മാറ്റമാണ് ഉണ്ടായത്. അപ്പൊ തീറ്റ എങ്ങനെ കിട്ടാം?
ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. എത്രയാണ് നീങ്ങിയ ദൂരം? ഡെൽറ്റ എക്സ് ആണ്. ഒറിജിനലി ആ പെട്ടിയുടെ നീളം എത്രയാണ്? എൽ ആണ്. സോ ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ വേണ്ടിയാണ് കാർഡ്ബോർഡ് ബോക്സ് എന്നൊക്കെ പറഞ്ഞത്. സാധാരണഗതിയിൽ ഏത് വസ്തുവിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിൻ ആണ്. ഇലാസ്റ്റിക് ആയിട്ടുള്ള ഏത് വസ്തുവിലും ടാൻജൻഷ്യലി ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രെയിൻ ആണ് എന്ത്? ഷിയറിംഗ് സ്ട്രെയിൻ. സോ ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം മുകൾ ഭാഗം നീങ്ങി, എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ്. സോ ഡെൽറ്റ എക്സ് ബൈ എൽ. ഇത് എവിടെ നിന്നാണ് വന്നത്? ടാൻ തീറ്റ എടുത്തു. ടാൻ തീറ്റ ചെറുതായതുകൊണ്ട് തീറ്റയാക്കി. അല്ലെങ്കിൽ ആർക്ക് ഇസ് ഈക്വൽ ടു ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആ ഇക്വേഷൻ ആണ്. അടുത്തത് വോളിയം സ്ട്രെയിൻ ആണ്. അപ്പൊ ഈ വോളിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കൂടുതലും ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട വാക്കാണ്. കാരണം ചെറിയൊരു ചേഞ്ച് പോലും വോളിയത്തിന് വലിയ ചേഞ്ച് ഉണ്ടാക്കുക ഗ്യാസസിലും ലിക്വിഡ്സിലും ഒക്കെയാണ്. ഗ്യാസസിലാണ് വളരെ നന്നായിട്ട് ഈ വോളിയം എന്ന ഫാക്ടർ വരിക. ഈ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈഡ്രോളിക് പ്രഷർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ. ഹൈഡ്രോളിക് സ്ട്രെസ് എന്താണ്? ഫ്ലൂയിഡ്സിന്റെ കാര്യത്തിലാണ് കൂടുതലും ഉണ്ടാവുക. എല്ലാ സർഫസിലേക്ക് എല്ലാ പോയിന്റ്സിലും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് വിളിക്കുക. അപ്പൊ ആ ഹൈഡ്രോളിക് സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെയിനിനെയാണ് നമ്മൾ വോളിയം സ്ട്രെയിൻ എന്ന് വിളിക്കുക. ആദ്യത്തെ ഇക്വേഷൻ പോലെ ഡെൽറ്റ വി ആണ് ചേഞ്ച് ഇൻ വോളിയം. ഒറിജിനൽ വോളിയം വി ആണെങ്കിൽ വോളിയം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഡെൽറ്റ വി ബൈ വി. അടുത്തത് ഹുക്സ് ലോ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹുക്സ് ലോ. ഹുക്സ് ലോ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഇതിന്റെ മുൻപ് നമ്മൾ സ്പ്രിങ്ങിന്റെ ഡീഫോർമേഷൻ പഠിച്ചിരുന്നപ്പോൾ പഠിച്ചിരുന്നതാണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എന്തിനാ? സ്പ്രിങ് നമ്മൾ എത്രമാത്രം സ്പ്രിങ്ങിനെ അമർത്തുമോ അത്രമാത്രം സ്പ്രിങ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കും. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സസ് എഫ് ഇസ് പ്രപ്പോർഷണൽ ടു എക്സ്. എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അവിടെ നമ്മൾ ഈ ഹുക്സ് ലോ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. ഇതേ ലോ ആണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ഹുക്സ് ലോനെ പറ്റി കൂടുതൽ നോക്കാം. സ്മോൾ ഡിഫോർമേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ റബ്ബർ ബാൻഡ് നമ്മൾ കയ്യിലെടുക്കുന്നു. ഒരു പരിധി വരെ നമുക്ക് റബ്ബർ ബാൻഡിനെ വലിക്കാൻ പറ്റുള്ളൂ. പിന്നെയും വലിച്ചാൽ എന്താവും? അത് പൊട്ടിപ്പോകും. അപ്പൊ സ്മോൾ ഡിഫോർമേഷനിലാണ് ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. നമ്മൾ എത്ര സ്ട്രെസ് കൊടുക്കുന്നോ അത്രയും സ്ട്രെയിൻ ആ ബോഡിയിൽ ഉണ്ടാകും. സ്മോൾ ഡിഫോർമേഷൻ ആണ്. ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടിപ്പോവല്ലോ. This is known as Hooke's law. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷൻ ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹുക്സ് ലോ എന്ന് വിളിക്കുക. സോ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എങ്ങനെയാ പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റുക? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്ട്രെസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ വെർ കെ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചാലോ? സ്ട്രെസ്സും സ്ട്രെയിനും. സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലും ആയിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ശ്രദ്ധിക്കണം. എന്നിട്ടോ ആദ്യതാ ഗ്രാഫ് എന്ത് ചെയ്യും? വളരെ ചെറിയ സ്ട്രെയിനിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ സ്ട്രെയിനിന് മാറും. അപ്പൊ അതെന്ത് ചെയ്യും? ആദ്യമൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഒരു പോയിന്റ് വരെ. കണ്ടോ? പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രാഫിന്റെ ഷേപ്പ് മാറാൻ തുടങ്ങും. ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ആ ചിത്രം ഓർത്ത് വെക്കണം. ഈ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എ ബി സി ഡി ഇ എന്നുള്ള പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. Stress proportional to strain. Stress is equal to K into strain where K, the constant K is called modulus of elasticity. നമുക്ക് അതേ ആ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. നോക്കിക്കോളൂ. ഒ എ ഏതാണ്? ഈ റീജിയൻ ഒ എ കണ്ടോ? സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സബ്സ്റ്റൻസ് ഒബേസ് ഹുക്സ് ലോ ആണ് കേട്ടോ. അവിടെ ഓംസ് ലോ എന്ന് എഴുതിയത് തെറ്റിയതാണ്. ഹുക്സ് ലോ ആണ്. ഏതുവരെ? പോയിന്റ് എ വരെ സ്ട്രെസ് കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെയിനും കൂടുതൽ ഉണ്ടാവും അല്ലെ. പിന്നെ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ എന്താവും? ഫോഴ്സ് ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വസ്തു ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പാരഗ്രാഫ് മുഴുവനും ഉണ്ടാ ഈ ചിത്രവും. അപ്പൊ ഒ തൊട്ട് എ വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ആണ്. ഡിഫോമിംഗ് ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഡയമെൻഷനിലേക്ക് വസ്തു തിരിച്ചു വരും. ആ റീജിയനെയാണ് നമ്മൾ കണ്ടോ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന റീജിയൻ ആണിത്. ഒ തൊട്ട് എ വരെ കണ്ടോ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. ഇനി എ തൊട്ട് ബി വരെ ആ ഗ്രാഫിന് ചെറിയൊരു മാറ്റം വന്നു. സ്ട്രെയിന് വളരെ കൂടുതലാണ്. ചെറിയൊരു സ്ട്രെസ്സിന് ചെറിയൊരു ഡിഫോമിംഗ് ഫോഴ്സിന് തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാവും. എന്നിട്ട് എന്താവും? സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ് അങ്ങനെ
ആ മാക്സിമം എത്തുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു റീജിയൻ ചെറിയൊരു സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ വലിയൊരു സ്ട്രെയിൻ ഉണ്ടാവും. അങ്ങനെ അതിന് സഹിക്കാൻ പറ്റുന്ന ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, അതിന്റെ ആ എൻഡ് പോയിന്റ്, ആ ബി ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഈൽഡ് സ്ട്രെങ്ത് സിഗ്മ വൈ എന്ന് വിളിക്കും. കണ്ടോ, അതിന്റെ പേരുകളാണ്. ഒന്നെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നും പറയാം. ആദ്യം എ വരെയുള്ള ഇത് പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്. ഒ തൊട്ട് എ വരെ ഇലാസ്റ്റിക് ബിഹേവിയർ ആണ്. എ തൊട്ട് ബി വരെ ചെറിയൊരു സ്ട്രെസ്സിന് തന്നെ വലിയൊരു സ്ട്രെയിൻ ഉണ്ടാവും. ബി എന്ന പോയിന്റിനെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നോ ഈൽഡ് പോയിന്റ് എന്നോ ആണ് വിളിക്കുക. ഇനി ബി തൊട്ട് ഡി വരെ സ്ട്രെയിൻ ഇതേമാതിരി വളരെ കൂടുതലായിരിക്കും. ഈ ഒരു റീജിയനേക്കാൾ കൂടുതലായിരിക്കും ചെറിയൊരു സ്ട്രെസ് കൊടുക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന സ്ട്രെയിൻ. സി തൊട്ട് ഡി വരെ എന്ത് സംഭവിക്കും? ബോഡി തിരിച്ചു വരില്ല. ബോഡി ഒറിജിനൽ ഡയമെൻഷനിലേക്ക് തിരിച്ചു വരില്ല. ഡിഫോർമേഷൻ സംഭവിക്കും, സ്ഥിരമായിട്ടുള്ള ഡിഫോർമേഷൻ. അതായത് ബി തൊട്ട് ഡി വരെ സ്ട്രെയിൻ ഇസ് വെരി ലാർജ് ഫോർ സ്മോൾ സ്ട്രെസ്. ഫ്രം പോയിന്റ് സി ഓൺവേർഡ്സ് ബോഡി ഡസ് നോട്ട് റിട്ടേൺ ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ഓർ ഡിഫോർമേഷൻ ഒക്കേഴ്സ്. പിന്നെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരില്ല. ഒരു നീളം, നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് കുറച്ച് പെർമനന്റ്ലി കുറച്ച് ഇങ്ങനെ നീണ്ടു നിൽക്കും. പൊട്ടിയിട്ടില്ലെങ്കിലും പെർമനന്റ്ലി റബ്ബർ ബാൻഡ് പണ്ട് ഉണ്ടായിരുന്ന പോലെ ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് നിൽക്കും എന്നാണ് ആ പോയിന്റിന്റെ അർത്ഥം. ദ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ഡി, അങ്ങനെ സഹിക്കാൻ പറ്റുന്ന മാക്സിമം പോയിന്റ് ആണ് ഡി. ഡി ആണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് വിളിക്കുക. ഇനി ഡി തൊട്ട് ഇ വരെ ഡിഫോർമേഷൻ വളരെ കൂടുതലാണ്. പിന്നെയും ഡിന്ന് പിന്നെയും സ്ട്രെസ് കൂട്ടിക്കഴിഞ്ഞാൽ ബോഡി ബ്രേക്ക് ചെയ്യും. ഫ്രാക്ചർ പോയിന്റ് ആണ്. ഇ എന്നുള്ളത് ഫ്രാക്ചർ പോയിന്റ് ആണ്. ഇനി ഡി തൊട്ട് ഇ വരെയുള്ള ഈ റീജിയൻ ഇവിടെ കുറച്ച് വരച്ചിട്ടുണ്ടല്ലോ ഗ്രാഫ്. ഇത് ഈ ഡിയും ഇയും വളരെ അടുത്തടുത്തുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കൂ. വസ്തുവിന് വളരെ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത, ചാൻസ് ടു ബ്രേക്ക് ഇസ് ലാർജ്. അങ്ങനെയുള്ള ബോഡിയെ നമ്മൾ ബ്രിട്ടിൽ ബോഡി എന്നാണ് വിളിക്കുക. ഇനി ഡി തൊട്ട് ഇ വരെ വളരെ വലിയ റീജിയൻ ആണെങ്കിലോ, ബോഡിയെ നമുക്ക് നീട്ടി വലിക്കാൻ പറ്റുന്ന ഒരു ബോഡിയാണ്. അത്തരം ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡക്റ്റൈൽ എന്ന് വിളിക്കുക. അപ്പൊ ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഒ തൊട്ട് എ വരെയുള്ള റീജിയൻ, എ തൊട്ട് ബി വരെയുള്ള, ബി തൊട്ട് സി വരെയുള്ള, സി തൊട്ട് ഡി വരെയുള്ള, ഡി തൊട്ട് ഇ വരെയുള്ള. ഒ തൊട്ട് എ വരെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് വിളിക്കും. എ എന്ന പോയിന്റിനെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിക്കും. ബി എന്നുള്ള പോയിന്റിനെ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കും. സി തൊട്ട് ഡി വരെയുള്ളതിനെ പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്. പിന്നെ ഇ എന്നുള്ള പോയിന്റിനെ ഫ്രാക്ചർ പോയിന്റ് എന്നും വിളിക്കും. അടുത്തത് ഇലാസ്റ്റോമേഴ്സ് ആണ്. എന്താണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകൾ, അയോട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അയോട്ട ഉണ്ടാക്കിയിട്ടുള്ള ടിഷ്യൂ, അതുപോലെ റബ്ബർ, ഇത്തരം വസ്തുക്കളൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അല്ലെ? ലാർജ് സ്ട്രെയിൻ ഉണ്ടാക്കാൻ കഴിയും. നന്നായിട്ട് സ്ട്രെസ്സിനെ പ്രതിരോധിക്കാൻ, ഡിഫോമിംഗ് ഫോഴ്സിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിയും. അപ്പോൾ വളരെ വലിയ സ്ട്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഇവർക്ക് കഴിയും. അതിനെയാണ് അത്തരം വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കുക? ഇലാസ്റ്റോമേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അവരുടെ ഗ്രാഫ് വരച്ചാല് ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ നമ്മളെ നേരത്തെ ഹുക്സ്ലോയുടെ ഗ്രാഫ് പോലെയേ അല്ല ഉണ്ടാവുക. അതായത് ഇതുപോലത്തെ ഗ്രാഫേ അല്ല. കണ്ടോ, ആ ഗ്രാഫിന്റെ ഷേപ്പ് തന്നെ എന്താണ്? ഇതുപോലെയാണ്. ഹുക്സ് ലോ ഒബേ ചെയ്യേയില്ല. ഇലാസ്റ്റോമേഴ്സ് എന്ത് ഒബേ ചെയ്യില്ല? ഹുക്സ് ലോ ഒബേ ചെയ്യില്ല. ദർ ഇസ് നോ പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ ഓർ ഇറ്റ് ഡസ് നോട്ട് ഒബേ ഹുക്സ് ലോ. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.